ഇങ്ങനെ പറഞ്ഞ് ജീവിതത്തിലും ലോകത്തിലും നടക്കുന്ന അധർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞ് മനുഷ്യന്റെ ബുദ്ധിയെ തട്ടി ഉണർത്തി നാക്കാലികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യരെ പോത്തിനെ പോലെ, കാളയെ പോലെ, പട്ടിയെ പോലെ, പന്നിയെ പോലെ, പെരിച്ചായിയെ പോലെ, ആകാശത്ത് പട്ടമിട്ട് പറക്കുന്ന പറവകളെ പോലെ തിന്നും കുടിച്ചും രമിച്ചും ഭോഗിച്ചും അവസാനിക്കാനുള്ളതല്ല മനുഷ്യന്റെ ജീവിതം. ജീവിതം അർത്ഥപൂർണമാകണം. നല്ല ഭർത്താവാകണം, നല്ല മകനാകണം, നല്ല പിതാവാകണം, നല്ല ഭാര്യയാകണം. വ്യഭിചരിക്കരുത്, സ്വവർഗരതിയിൽ ഏർപ്പെടരുത്, കച്ചവടത്തിലും അളവിലും ദുഃഖത്തിലും കൃത്രിമം കാണിക്കരുത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു നാഥനെ അറിയണം എന്നതല്ലാത്ത മനുഷ്യത്വ വിരുദ്ധമായ വർഗീയതയിൽ അധിഷ്ഠിതമായ ഒരൊറ്റ വാചകവും ന്യായമായി ഈ പുസ്തകത്തിന്റെ അകത്താളുകളിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ കേരളത്തിലെ ഒരു ബുദ്ധിജീവിക്കും സാധ്യമല്ല എന്ന് നിങ്ങളൊരാവർത്തി ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാവർത്തി മനുഷ്യത്വത്തിനെതിരായി അരവാചകം സൂക്ഷിച്ച് പ്രയോഗിക്കുന്നു ഞാൻ. അരവാചകം, ഇതാണ് എന്റെ പ്രയോഗം. അതെന്നെ എനിക്ക് ഖുർആനെ പറ്റി പറയാനുള്ളത്. മനുഷ്യത്വത്തിനെതിരായി ഒരു വരി വിശുദ്ധ ഖുർആനിൽ നിന്ന് ഖുർആൻ എടുത്തുകൊണ്ടൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ പഠിക്കാം. നമുക്ക് എല്ലാ മതത്തെക്കുറിച്ചും പഠിക്കാനുള്ള അധ്വാനം ഉണ്ടായാൽ തീർച്ചയായും നമുക്കത് കാണാനും സാധിക്കും. അവിടെയാണ് ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് മൂസാ നബി അലൈഹിസ്സലാമിന്റെ മറുപടി എന്താ? ഞാൻ ചോദിക്കണം, ആ മറുപടിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു മനുഷ്യൻ ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് പറയുന്നെന്താ? ബാല, എടാ നീ ഞാനും ഒരച്ഛന്റെയും അമ്മയുടെയും മക്കളാണ്. നമ്മുടെ തറവാട് ഒന്നാണ്. ആ ആദ്യത്തെ അച്ഛനും അമ്മയിൽ നിന്നാടാ നമ്മളൊക്കെ ഉണ്ടായത്. എടാ നമ്മളൊക്കെ ഇല്ലാത്ത കാലത്ത്, എടാ നീ ഒന്ന് ആലോചിച്ചു, 1,00,000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളില്ല. 1,00,000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളില്ല. നമ്മളില്ലാത്ത കാലത്ത് ഈ ഭൂമി സൃഷ്ടിച്ചില്ലടാ. ഉണ്ട്. ആകാശം ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്. ഭൂമി ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്. എടാ ഈ ആകാശത്തെയും ഭൂമിയൊക്കെ സൃഷ്ടിച്ച ദൈവേകനല്ലേ? അവനല്ലേ നമ്മൾ ആരാധിക്കേണ്ടത്? നമുക്ക് സൂര്യനെ സൃഷ്ടിച്ചു തന്ന, നമുക്ക് ചന്ദ്രനെ സൃഷ്ടിച്ചു തന്ന, നമുക്ക് കാർമേഘത്തിൽ നിന്ന് മഴ ചൊരിഞ്ഞു തരുന്ന ആ സൃഷ്ടാവിനെല്ലടാ ആരാധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതൊരു നല്ല ചിന്തയല്ലേ സുഹൃത്തുക്കളെ? നല്ലൊരു ചിന്തയല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കെ. എന്താ വിഷയം? മനുഷ്യരെ നാം ഒന്ന്. അപ്പൊ വിശുദ്ധ ഖുർആനിൽ 21-ലധികം തവണ യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്. നമുക്കറിയാം, ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു അമ്മ എന്റെ പൊന്നുമോൻ സുരേഷേ എന്ന് വിളിക്കുക. 5 മക്കളുള്ള ഒരു മാതാവ്, കല്യാണി അമ്മ, ആ 5 മക്കളിൽ ഒരുവനെ മാത്രം പ്രത്യേകം എന്റെ പൊന്നുമോൻ സുരേഷേ എന്ന് വിളിക്കും. അപ്പൊ ബാക്കിയുള്ള മക്കളിൽ ഒരു പൊന്നുമോൻ സുരേഷ്, ഞങ്ങളൊന്നും എന്താ പൊന്നല്ലേ എന്ന് വിചാരിക്കും. ഇനി അതേ അമ്മ ഇങ്ങനെ വിളിക്കുന്നു, എന്റെ പൊന്നു മക്കളേന്ന്. ആ വിളി വർഗീയതയാണോ? ആ വിളി വിഭാഗീയതയാണോ? ഹൃദയത്തെ തട്ടിച്ചു വയ്ക്കാനാണോ? എന്റെ പൊന്നു മക്കളെ എന്ന് വിളിക്കൊരമ്മ, എന്തൊരു സ്നേഹമാണത്! എല്ലാ മക്കൾക്കും തുല്യ പ്രാധാന്യം. മനുഷ്യരെ എന്ന് വിളിക്കുക, സൃഷ്ടാവ് അല്ലയോ മനുഷ്യരെ. എന്നിട്ട് ഖുർആൻ പറയുന്ന വാചകോ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. നിങ്ങളെ വർഗങ്ങളും ഗോത്രങ്ങളുമായി തിരിച്ചത് പരസ്പരം തിരിച്ചറിയാനാണ്. എന്നിട്ട് അടുത്ത വാചകം എന്താ? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളിൽ ദൈവത്തിന് ഏറ്റവും ഇഷ്ടം, ഇസ്ലാം പറയാട്ടോ, നിങ്ങളിൽ ദൈവത്തിന് ഏറ്റവും ഇഷ്ടം ആരോടാണ്? ബ്രാഹ്മണനോടാണ്, ക്ഷത്രിയനോടാണ്, ശൂദ്രനോടാണ്, വൈശ്യനോടാണ്, പാശ്ചാത്യനോടാണ്, പൗരസ്ത്യനോടാണ്, കറുത്തവനോടാണ്, വെളുത്തവനോടാണ്? അല്ല, ദൈവത്തിന് നിങ്ങളോട് ഏറ്റവും ഇഷ്ടം ആരോടാ? നിങ്ങളിൽ ആരാണ് നല്ല മനുഷ്യന്മാരായി ദൈവത്തെ ആരാധിച്ച് സൂക്ഷിച്ച് സകല തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുന്നത്? അവൻ ഏത് നാട്ടുകാരനാണെങ്കിലും, അവൻ ഏത് കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിലും ഞാൻ അവനെ പരിഗണിക്കും. ഇനി പറയൂ, ഇതിൽ എന്ത് വർഗീയത ഉള്ളത്? ഇനി നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കണേ. വെളുത്ത വർഗക്കാരനായ അബൂദർ, കറുത്ത വർഗക്കാരനായ ബിലാൽ, അവർ തമ്മിൽ വാക്കേറ്റുണ്ടായപ്പോ വെളുത്ത വർഗക്കാരനായ അബൂദർ ബിലാലിനെ കറുത്തവളുടെ മകനേ എന്ന് വിളിച്ചു. എന്താ വിളിച്ചത്? കറുത്തവളുടെ മകനേ. ബിലാൽ റളിയല്ലാഹു കരഞ്ഞു. കാരണം സ്വന്തം അമ്മയെ കുറിച്ചാ പറയുന്നു. കറുത്തവളുടെ മകനേന്ന് സ്വന്തം അമ്മയെ കുറിച്ചാ പറയുന്നത്. ഓടി കരഞ്ഞു, വിതുമ്പിക്കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തി. മുഹമ്മദ് നബിയോട് പറഞ്ഞു, ഈ അബൂദർ
എന്നെ കറുത്തവരുടെ മകനെ എന്ന് വിളിച്ചിരിക്കുന്നു. റസൂലിന്റെ കണ്ണുകൾ ചുവന്നു തൊടുത്തു. വേണമെങ്കിൽ റസൂലിന് ഇങ്ങനെ ചോദിച്ചൂടെ, ബിലാലെ ഒന്ന് തോക്ക് കയ്യി, ഇജ്ജ് കറുത്തിട്ടാടാ, അന്റെ അമ്മയും കറുത്തിട്ടല്ലേ, അങ്ങനെ വിളിച്ച എന്താടാ തെറ്റ്? ഓൻ വെളുത്തോനല്ലേ, ഇജ്ജ് കറുത്തോനല്ലേ എന്ന് ചോദിക്കാമായിരുന്നില്ലേ പ്രവാചകനെ? പ്രവാചകന്റെ കണ്ണുകൾ ചുവന്നു തൊടുത്തു. പ്രവാചകന്റെ കോപം ഉയർന്നു. പ്രവാചകൻ അബൂദറിനെ വിളിച്ചു, അബൂദർ, ബിലാലിനെ കറുത്തവളുടെ മകനെ എന്ന് വിളിച്ചോ? നീ അങ്ങനെ വിളിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ വിളിച്ചു. എന്നാൽ അബൂദർ, എനിക്ക് നിന്നോട് പറയാനുള്ളത് ഇതാണ്, ശരിക്കുള്ള ഇസ്ലാമിൽ നീ പ്രവേശിച്ചിട്ടില്ല അബൂദർ. അബൂദർ, ഇസ്ലാം താങ്കൾക്ക് പൂർണ്ണമായിട്ടില്ല അബൂദറെ. താങ്കളുടെ മനസ്സിൽ ഇരുട്ടുണ്ട് അബൂദറെ. അപ്പൊ ശരിക്കും ഇസ്ലാം എന്താ പറയുന്നത്? വെളിച്ചം എന്ന് ഇസ്ലാം എന്തിനാ വിളിച്ചേ? ജാതിയുടെ അംശം ഒരുത്തന്റെ മനസ്സിലുണ്ടെങ്കിൽ ഓം വെളിച്ചത്തിലല്ല. എങ്കിൽ പറയൂ, ഈ ആദർശത്തിന്റെ കുഴപ്പം എന്താ? പറയൂ. ഇനി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, നേരത്തെ ഞാൻ പറഞ്ഞ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, ആർക്കും വായിക്കാം. അത് ആരുടെയും സ്വത്തല്ല, പൊതു സ്വത്താണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, ഇന്ത്യ രാജ്യത്തെ ഹൈന്ദവർ ഏറ്റവും കൂടുതൽ ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം ഇസ്ലാമിൽ ജാതീയതല്ല എന്നുള്ളത് കൊണ്ടായിരുന്നു. ഞാൻ പറയണല്ല, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ബി ആർ അംബേദ്കർ പറഞ്ഞു, ഇന്ത്യ രാജ്യത്തെ മനുഷ്യരോട് ബി ആർ അംബേദ്കർ പറഞ്ഞു, നിങ്ങൾ ഇസ്ലാം ആയിക്കൊള്ളിയും. എന്തേ കാരണം? എന്താ കാരണം? ഇസ്ലാമിൽ ലാ ഫളല ലി അറബിയ്യിൻ വലാ അജമിയ്യിൻ, അറബിക്ക് അനറബിയേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ യാതൊരു പ്രത്യേകതയില്ല. നിങ്ങൾക്കറിയാലോ, യൂറോപ്പിൽ ഹോട്ടലുകളുടെ മുമ്പിൽ എഴുതി വെച്ചൊരു വാചകം ഉണ്ടായിരുന്നു, പട്ടിക്കും നീഗ്രോക്കും പ്രവേശനമില്ല. ഇതൊക്കെ ഈ ലോകത്ത് നടന്നതാ. ഇനി ഇന്ന് ദക്ഷിണാഫ്രിക്കയിൽ ഇപ്പോ ഈ നടക്കണ ഈ വർത്താനം പറയുന്ന സമയത്ത് ദക്ഷിണാഫ്രിക്കയിൽ വെളുത്ത വർഗക്കാരന് ചർച്ച് വേറെ, കറുത്ത വർഗക്കാരന് ചർച്ച് വേറെ. ദക്ഷിണാഫ്രിക്കയിലെ ബെഞ്ചമിൻ മൊളോയിസിനെ പട്ടാപ്പകല് തൂക്കിക്കൊന്നത് എന്തിനാ? വർണ്ണവെറിയുടെ പേരിൽ ബെഞ്ചമിൻ മൊളോയിസ് എന്ന വിഖ്യാതനായ കവിയെ പട്ടാപ്പകല് തൂക്കിക്കൊന്നത് എന്തിനാ? ഈ ഇന്ത്യ രാജ്യത്തിലെ കേരളത്തിലെ ചില പ്രഗത്ഭരായ കവികൾ, അല്ല ഇവൻ ഇന്നൊരു പുലയനല്ലേ, അല്ല ഇവൻ ഇന്നൊരു പുലയനല്ലേ, അല്ലാ മതം നാളെ സ്വീകരിച്ചാൽ, ഓക്കെ, അല്ല ഇവൻ ഇന്നൊരു പുലയനല്ലേ, ഇന്ന് പുലയനായവൻ നാളെ ഇസ്ലാമായാലോ, പിന്നോന് ഇല്ലത്തും പോയിടാം ജ്ഞാനപ്പെണ്ണെ, നോക്ക് സുന്നത്തിൻ മാഹാത്മ്യം വേഗപ്പെണ്ണേ. കുമാരനാശാന്റെ വരികളാണ്. ഒരു മുസ്ലിം ആകുന്നതോടെ ഓൻ ആരെ കൂടെ ഇരിക്കാം, ലോകത്തോൻ എവിടെയും പോവാം, ഓന് തൊട്ടുകൂടായികയില്ല. എന്തുകൊണ്ട്? ഈ മുദ്രാവാക്യം, മനുഷ്യരെ നാം ഒന്ന്, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, ഖുർആനിലെ 2-ാം അധ്യായം 21-ാമത്തെ വചനം, ഖുർആനിലെ 2-ാം അധ്യായം 168-ാമത്തെ വചനം, ഖുർആനിലെ 2-ാം അധ്യായം 168-ാമത്തെ വചനം, 2-ാം അധ്യായം 213-ാമത്തെ വചനം, 4-ാം അധ്യായം 1-ാമത്തെ വചനം, 7-ാം അധ്യായം 188-ാമത്തെ വചനം, 21-ാം അധ്യായം 1-ാമത്തെ വചനം, 22-ാം അധ്യായം 1-ാമത്തെ വചനം, 3-ാമത്തെ വചനം, 5-ാമത്തെ വചനം, 9-ാമത്തെ വചനം, 11-ാമത്തെ വചനം, 73-ാമത്തെ വചനം, 49-ാം അധ്യായം 13-ാമത്തെ വചനം, ഖുർആനിലെ 82-ാം അധ്യായം 6-ാമത്തെ വചനം, ഖുർആനിലെ 84-ാം അധ്യായം 5-6 വചനങ്ങൾ, ഖുർആനിലെ 85-ാം അധ്യായം 5-6 വചനങ്ങൾ. യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. ഇനി പറയൂ, ഇത് വർഗീയതയാണോ? ഞാൻ മനസ്സ് തട്ടി ഒരു കാര്യം കൂടെ പറയും. ബഹുമാനരായ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നിൽക്കുന്നിടത്ത് ഞാൻ പറയാണ്, വർഗീയത എന്താണെന്ന് എനിക്കൊന്നറിയാൻ താല്പര്യമുണ്ട്. അതായത് നമ്മളൊരു വെള്ള പേപ്പറിൽ വർഗീയത എന്താണ്, ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. തീവ്രവാദം വർഗീയത എന്നത് ഞാൻ ഈ നിൽക്കുന്ന നിമിഷത്ത് പോലും ലോകത്ത് നിർവചിക്കപ്പെട്ടിട്ടില്ല. ഇല്ല, ഉറപ്പ്. ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് എന്താ വർഗീയത. ഇസ്ലാം എന്താ വർഗീയത എന്ന് പറഞ്ഞ എങ്ങനെ മനസ്സിലായിക്കോ? ഇസ്ലാം വർഗീയതയെ കുറിച്ച് പ്രവാചകന്റെ വചനം, വർഗീയവാദി എന്നിൽപ്പെട്ടവനല്ല, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവനും വർഗീയതക്ക് കൂട്ടുനിൽക്കുന്നവനും വർഗീയതയുടെ പേരിൽ കൊല്ലപ്പെടുന്നവനും മുസ്ലിം അല്ല എന്ന് കൃത്യമായ വചനം പ്രവാചകന്റെ വചനമാണ്. ഇനി വർഗീയതക്ക് പ്രവാചകൻ ഒരു നിർവചനം നൽകി. എന്താ നിർവചനം? ലോകത്ത് ആ നിർവചനാണ് നിർവചനം. അതെന്താ? അന്യായത്തിൽ സ്വന്തം സമൂഹത്തെ സംരക്ഷിക്കുക. എങ്ങനെ? അന്യായത്തിൽ, ഉദാഹരണം, ഒരു പാർട്ടിക്കാരൻ അതിൽ പെട്ടൊരുത്തൻ തോന്നിയാസം ചെയ്തു, എന്നിട്ട് ഓനെ സംരക്ഷിക്കുക, എന്നിട്ട് ഓനെ എതിർക്കുന്നവർക്കെതിരെ എതിർക്കുക. അതിന്റെ പേരാണ് വർഗീയത. വർഗീയത എന്താണ്?
വർഗീയത എന്താണ് എന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ചെന്നു. ആ കൊല്ലത്ത് അഞ്ചാലമൂടിൽ എന്റെ ചെറിയൊരു ക്ലിപ്പിങ്ങിന്റെ കഷ്ണം അപ്പുറപ്പുറം ഒന്നും കേൾപ്പിക്കാതെ 4 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ മുസ്ലിം മസ്ജിദിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി എടുത്ത ബോധവൽക്കരണ ക്ലാസ് അപ്പുറപ്പുറം കേൾപ്പിക്കാതെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ കൊണ്ടുവന്ന് കേൾപ്പിച്ചു. അപ്പൊ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പെട്ടോലൊക്കെ പറഞ്ഞു, ഈ പ്രസംഗം വേണോ വേണ്ടേന്നാല് ആയിക്കോട്ടെ സാർ എന്ന് പറഞ്ഞു. നമ്മൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നിങ്ങൾ റെക്കോർഡ് ചെയ്തോളൂ, കേട്ടോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ അപ്പുറം ഇപ്പുറം എന്താന്നൊക്കെ കേൾപ്പിച്ചോ കഴിഞ്ഞപ്പോ ചോദിച്ചു, ഇതാ പറഞ്ഞ് അതല്ലേ നാട്ടിൽ പറയേണ്ടത്, ഇതല്ലേ ജനങ്ങളോട് പറയേണ്ടത്, ഇത് പറഞ്ഞാലാണോ തീവ്രവാദം എന്ന് പറയും. ഞങ്ങൾ തെറ്റിദ്ധരിച്ചാണ്, ക്ഷമിക്കണം. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെ പിരിഞ്ഞു പോയി. ഞാൻ പറയുന്ന മനുഷ്യരെ, നിങ്ങൾ ആരെന്നെ കെട്ടിപ്പിടിക്കുകയും ഞങ്ങളെ കെട്ടിപ്പിടിക്കുകയൊന്നും ആവശ്യമില്ല, കേട്ട് നോക്കിയാൽ മാത്രം മതി. എന്താടാ പറയുന്നത് നമ്മളൊന്ന് കേൾക്കുക, തീരുന്നവരെ നമ്മളൊന്ന് കേൾക്കുക, എന്നിട്ട് ആലോചിച്ചോളൂ. അല്ലെങ്കിൽ നിങ്ങളെങ്കിലും ആലോചിച്ചുണ്ടോ? ഇപ്പൊ എനിക്കറിയാം, എന്നെ ഒരു നാട്ടിൽ നിന്ന് തല്ലി ആളുകൾ. തല്ലിയത് എന്തിനാ കേൾക്കട്ടെ നിങ്ങൾക്ക്? മുസ്ലിങ്ങളിൽപ്പെട്ട ഞങ്ങളോട് ദേഷ്യമുള്ള സ്വാഭാവികമാണ്. അതിനൊന്നും നമ്മൾ ആരോടും ശത്രുത ഒന്നുമില്ല. നമുക്ക് ഒരു നാട്ടിൽ ചെന്നിട്ട് എന്റെ പ്രസംഗത്തിന്റെ ചെറിയ കട്ടുകൾ എടുത്തിട്ട് ഇങ്ങനെ കേൾപ്പിക്കാൻ, ആ മുസ്ലിങ്ങളെ കേൾപ്പിക്കാൻ, എന്നിട്ട് അവരെ വികാരം കൊള്ളിച്ചിട്ട് അടുത്ത ആഴ്ച എന്റെ പ്രസംഗം ഉണ്ട് അവിടെ. ഞാൻ കേറുമ്പോൾ തന്നെ എറിഞ്ഞു. എന്റെ തൊട്ടടുത്തിരിക്കുന്ന എന്റെ കണ്ണിന്റെ ഈ ഭാഗം ആഴമേറിയ മുറിവുകൾ വീണു. എന്നെ ഒരു 10-25 തവണ കൊല്ലാനും ജീപ്പിന്റെ ഉള്ളിൽ അടിക്കാനും പിടിക്കാനും കല്ലെറിയാനും. സാധാരണ നമ്മൾ കല്ലെറിയലാരാ? ജന്തുക്കളാണ്, പാമ്പിനെ, നായിനെ, അങ്ങനെ കല്ലെറിയ. എന്തായിരുന്നു അതിന് കാരണം? അത് കേട്ടാൽ ഹൃദയമുള്ളവന്റെ ഹൃദയം പൊട്ടിപ്പോവും. എന്താ ക്ലിപ്പിംഗ് ഇടുന്നതെന്നറിയോ? മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം ഇടുന്നത്. എന്താ ക്ലിപ്പിംഗ്? ഒരൊറ്റ ഹിന്ദുവിന്റെ വീടും കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നിങ്ങനെ പറയുന്ന വാചകം ഇങ്ങനെ ഇടുക. എന്ന വാചകം ഉറപ്പല്ലേ? അങ്ങനെ ഒരുത്തം പറഞ്ഞാൽ പിന്നെ ഓനെ വിടാൻ പാടുണ്ടോ? ഒരൊറ്റ ക്രിസ്ത്യാനിയുടെ വീടും കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നൊരുത്തം പ്രസംഗിക്കൂ. നിങ്ങൾ ആലോചിച്ച് നോക്കി. അടുത്ത വാചകം എന്താ അറിയുങ്ങൾ? അതാണ് ഏറെ രസം. ഒരൊറ്റ ഹിന്ദുവിന്റെ വീടും കേരളത്തിൽ ഉണ്ടാകരുത്, മുസ്ലിങ്ങൾ അവരുമായി സൗഹൃദത്തിൽ കഴിഞ്ഞിട്ടല്ലാതെ. ആ വാചകം കട്ട് ചെയ്തു. ശരിക്കും ആരെയാ തൂക്കിലേറ്റേണ്ടത്? മരിക്കണവരെ തൂക്കിക്കൊല്ലേണ്ടത് ആരെയാ? ഈ ക്ലിപ്പിംഗ് ഇട്ട പുരോഹിതനല്ലേ? എന്നിട്ട് ഹൈന്ദവരെ തെറ്റിദ്ധരിച്ച് ഇന്നെ കല്ലെറിഞ്ഞാൽ ഹൈന്ദവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ പണി എടുക്കണ ഒരുപാട് ആളുകളാണ്. ഞാൻ അവരോടൊക്കെ മാപ്പ്, നിങ്ങൾക്കൊക്കെ മാപ്പ്, നിങ്ങൾ ചെയ്തോളി, ഇനിയും ചെയ്യും. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണ്ടേ എനിക്കറിയാം, നന്നായിട്ടറിയാം. നിങ്ങളൊന്ന് ആലോചിച്ചേ, കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട എത്ര ക്ഷേത്രങ്ങൾ, 50-ലധികം ക്ഷേത്രങ്ങൾ ഈ ഉള്ളവും പ്രസംഗിച്ചു. കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ ഈ കണ്ണൂർ ജില്ലയിലെ പാനൂരിനടുത്ത് ചെറുപ്പറമ്പിലെ ക്ഷേത്രത്തിൽ പ്രസംഗിച്ചു. ഈ റമദാനിൽ പോലും എനിക്ക് ക്ഷേത്രത്തിൽ പ്രസംഗിക്കാണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ശിവഗിരി ആശ്രമം ഉൾപ്പെടെയുള്ള പല സ്ഥലത്തും എന്നെ ക്ഷണിച്ചു കൊണ്ടുപോയത് വർഗീയവാദിയായതിന്റെ പേരിലല്ല. ആ നാട്ടിൽ വർഗീയവാദത്തിന്, തീവ്രവാദത്തിന് എല്ലാം ഒരു ശമനമുണ്ടാക്കാൻ ആ പ്രസംഗം ഉപകരിച്ചിട്ടുണ്ട്. നാദാപുരത്തെ പാറക്കടവിൽ ഈ ഉള്ളവൻ പ്രസംഗിച്ചു. നാദാപുരത്തെ പാറക്കടവിലെ പല സ്ഥലങ്ങളിലും വളയം എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസംഗിച്ചു. അവിടുത്തെ നല്ലവരായ മുസ്ലിങ്ങൾ പറഞ്ഞത്, ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരാശയം ഞങ്ങൾ കേട്ടിട്ടില്ല, ഇതെല്ലാം നാട്ടിലും പറയണം. രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്ന നേരത്തെ ബഹുമാന്യനായ സലീം സാഹിബ് ഒരുപക്ഷെ വിശദീകരിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ ഇരിക്കുന്നിടത്ത് പറഞ്ഞു, കേരളം മുഴുവനും തീവ്രവാദത്തിനെതിരെ, മദ്യത്തിനെതിരെ, എല്ലാ തിന്മകൾക്കെതിരെയും നിങ്ങൾക്ക് ഞങ്ങൾ പെർമിഷൻ തരും, നിങ്ങൾ പ്രസംഗിക്കണം, ലോകം കേൾക്കണം, കേരളം കേൾക്കണം, മനുഷ്യർ കേൾക്കണം, ആഗോളതലത്തിൽ കേൾക്കണം. ഈ പരിശുദ്ധ റമദാനിൽ ഞങ്ങളുടെ ഒരു മാസത്തെ പ്രോഗ്രാം എന്താണെന്നറിയോ നിങ്ങൾക്ക്? വിസ്റ്റൺ ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ 1 മാസം ഞങ്ങൾ മദ്യപാനികളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ, ജാതിയും മതവും നോക്കാതെ സകല മദ്യപിക്കുന്നവരെയും ചെന്ന് കണ്ട് ആ ദുരന്തത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുക. പെരിന്തൽമണ്ണയിൽ മൗലാന ഹോസ്പിറ്റലിന്റെ കീഴിൽ ആ മൗലാന ഹോസ്പിറ്റലിന്റെ MD മനുഷ്യത്വമുള്ളൊരു മനുഷ്യൻ, അയാൾ മദ്യപാനികളെയും മയക്കുമരുന്നടിമപ്പെട്ടവരെയും കൊണ്ടുവന്ന് ഫ്രീ ആയി ചികിത്സിച്ച് അവരെ നോക്കുന്ന ഒരു സ്ഥാപനം കൂടെ അവിടെ തുടങ്ങുകയും അതിൽ ആളുകൾ വരികയും ഞങ്ങളൊക്കെ സഹകരിക്കുകയും ഈ തിന്മകൾക്കെതിരെ ഞങ്ങൾ ശബ്ദിക്കുകയും ചെയ്യും. നല്ലത് തിരിച്ചറിയാൻ നമുക്ക് കാലമെടുക്കും, സാരില്ല, എന്നൊരു പ്രശ്നമില്ല. പക്ഷെ ഇവിടെ നമ്മൾ ആലോചിക്കണം, നമ്മളാരാ? മനുഷ്യൻ എന്ന് പറയുന്ന ഈ മഹാബുദ്ധിജീവി ആരാ? ഈ മനുഷ്യന്റെ സെട്ടിപ്പിനെ കുറിച്ച് മാത്രം ഒന്ന് ആലോചിച്ച് നോക്കേ. അറപ്പും വെറുപ്പും തോന്നുന്ന പൊന്നു മനുഷ്യർ ഈ ഇരിക്കണയിൽ എത്ര സുന്ദരന്മാരുണ്ട്, എത്ര നമ്മുടെ ഈ സൗന്ദര്യം. നമ്മൾ മമ്മൂട്ടി, മോഹൻലാല്, ഐശ്വര്യ റായ് എന്നൊക്കെ പറയുന്നു, സൽമാൻ ഖാൻ, അങ്ങനെ പലരും. ഇതൊക്കെ എന്തായിരുന്നു?
എല്ലാരും ഒന്നും കൂടെ നോക്കിയേ. ഈ കൈവെള്ളയിൽ ഇങ്ങനെ വെച്ചാ വഴുവഴുക്കുന്ന ഒരു ദ്രാവകം, അതിന് ഇന്ദ്രിയം എന്നാ പറയാ. അറപ്പും വെറുപ്പും ഉള്ള ഒരു ഇന്ദ്രിയം അല്ലേ? ഇതാണ് ഞാനും നിങ്ങളും. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ ഒരു ചോദ്യം ചോദിക്കണ്ടേ? വിശുദ്ധ ഖുർആനിലെ 85-ാം അധ്യായം 5, 6, 7 വചനം. ഫൽയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ മിമ്മാഇൻ ദാഫിഖ് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്. അതായത് വിശുദ്ധ നിങ്ങളെ സൃഷ്ടിപ്പിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മനുഷ്യരെ, നിങ്ങൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. മുതുകല്ലുകളുടെയും നെഞ്ചല്ലുകളുടെയും വാരിയല്ലുകളുടെയും ഇടയിലെ സെമിനൽ വെസിക്കിളിൽ നിന്ന് തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് ആണ് നിന്നെ സൃഷ്ടിക്കപ്പെട്ടത്. ഞാനൊരു അത്ഭുതം കൂടെ പറഞ്ഞോട്ടെ. എന്താ തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളി എന്ന് ഖുർആൻ പറഞ്ഞ്? സ്ത്രീയുടെ തെറിച്ചു വീഴുന്നതല്ല, പുരുഷന്റേത്. ഖുർആനിന്റെ സൂക്ഷ്മതയും ശാസ്ത്രീയതയും ദൈവികതയും അവർ ഒറ്റ വാചകത്തിലുണ്ട്. എന്താ? XY ക്രോമസോം പുരുഷനിലെ, എക്സ് സ്ത്രീയിൽ XX ക്രോമസോം. പുരുഷനിലെ X സ്ത്രീയിലെ Xൽ കൂടിയാൽ പെണ്ണ്, പുരുഷനിലെ Y സ്ത്രീയിലെ Xൽ കൂടിയാലാണ്. അപ്പൊ ആണും പെണ്ണും തീരുമാനിക്കുന്ന ഇന്ദ്രിയം പുരുഷന്റേത്. മനസ്സിലായോ? വിശുദ്ധ ഖുർആന്റെ ചോദ്യം തന്നെ അതാണ്. വിശുദ്ധ ഖുർആൻ ചോദിക്കണേന് എന്താണ്? വിശുദ്ധ ഖുർആൻ പറയണേന് എന്താണ്? മനുഷ്യരെ, തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിയിലെ ഒരു കണം. അത്ഭുതകരമായ പരാമർശാട്ടോ അത്. അതായത് അയഹ്സബുൽ ഇൻസാനു അൻ യുത്റക സുദാ അലം യകുൻ നുത്ഫതൻ മിൻ മനിയ്യിൻ യുംന. ഖുർആനിലെ 75-ാം അധ്യായം 37-ാമത്തെ വചന. ആ വാചകം എന്താ അറിയുങ്ങള്? കോടിക്കണക്കിന് ബീജത്തിലെ ഒരു കണമായിരുന്നില്ലേ നീ? വല്ലാത്തൊരു ചോദ്യം. മനുഷ്യ, 2 മില്ലി ലിറ്റർ ഇന്ദ്രിയത്തിൽ ഒരു തവണ ശ്രവിക്കുന്ന ഇന്ദ്രിയത്തിന്റെ കണക്കാ പറഞ്ഞു. 2 മില്ലി ലിറ്റർ. ആ 2 മില്ലി ലിറ്ററിൽ 200 കോടി ബീജം ഉണ്ടാവും. എത്ര കോടി? എത്ര കോടി മോനെ? 20? 200 കോടി. 200 കോടി ബീജം 2 മില്ലി ലിറ്ററിൽ. അതിലെ ഒരു ബീജം, ലക്ഷണമൊത്ത ബീജം അണ്ഡവുമായി കൂടിച്ചേരുകയാണ്. സുമ്മ ഖലഖ്ന നുത്ഫത അലക ഫഖലഖ്ന അൽഅലഖത മുദ്അ ഫഖലഖ്ന അൽമുദ്അത ഇലാമ ഫകസൗന അൽഇലാമ ലഹ്മ സുമ്മ അൻശഅനാഹു ഖൽഖൻ നാഹർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون. മനോഹരമാണ്. എംബ്രിയോളജി എന്താ അറിയോ? ആ ഇന്ദ്രിയത്തുള്ളിയെ ഒരു രക്തപിണ്ഡമാക്കി. രക്തപിണ്ഡത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു. ആ രക്തപിണ്ഡത്തെ മാംസം കൊണ്ടും ആ മാംസത്തെ അസ്ഥിക്കൂടം കൊണ്ടും അനാവരണം ചെയ്തു. ആ അസ്ഥിയെ വീണ്ടും മാംസം കൊണ്ട് പൊതിഞ്ഞു. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലൻ മാ തശ്കുറൂൻ. മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഒന്നും അറിയാത്തവനായി, അല്ലേ, ഒന്നും അറിയാത്തവനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു. അങ്ങനെ നിന്നെ സൃഷ്ടിച്ചവൻ നിന്റെ ദൈവം. എന്താണ് വർഗീയത? അതിലെവിടെയാ വർഗീയത? അതിലെവിടെയാ വിഭാഗീയത? അതിലെവിടെയാ സംഘട്ടനം? അതിലെവിടെയാ പോരാട്ടം? ഖലഖം മിൻ ബാദി ഖൽഖിൻ ഫീ ദുലുമാതിൻ സലാസിൻ ദാലികുമല്ലാഹു റബ്ബുകും ലഹുൽ മുൽക്. ഖുർആനിലെ 39-ാം അധ്യായം 6-ാമത്തെ വചനം. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയുന്നത്? ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടമായി മാതാവിന്റെ ഗർഭപാത്രത്തിൽ 3 ഇരുട്ടറകളിൽ. ഏതാ 3 ഇരുട്ടറ? 1400 വർഷങ്ങൾക്ക് മുമ്പ് അറബിയക്ക് ഓതി കൊടുത്ത വാചക. അത് മോഡേൺ സയൻസ് അല്ല. അമേരിക്കയിലെ സയൻസ് കോളേജിലെ ലെക്ചറർ ക്ലാസ് അല്ല ഇത്. അക്ഷരജ്ഞാനം പഠിച്ചിട്ടില്ലാത്ത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്ത ദൈവവചനത്തിന്റെ ദിവ്യാംശങ്ങൾ എന്തയിലുള്ളത്? വളരെ രസകരമായ മനോഹരമായ ഒരു ഘടന. അതിൽ ഖുർആൻ പറയുന്ന വാചകം ശ്രദ്ധിച്ചു നോക്കിയേ. ഖുർആൻ പറയണേ, ഒരു സൃഷ്ടിയുടെ 3 ഇരുട്ടറ. ഏതാ 3 ഇരുട്ടറ? നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമ്മയുടെ വയറ് 1, 2 ഗർഭപാത്രത്തിന്റെ ഭിത്തി, 3 ആംനിയോകോറിയോൺ പാട. അതിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞിനെ വെച്ചു, വളർത്തി, അങ്ങനെ ഭൂമുഖത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഖുർആൻ പറയുന്ന പ്രയോഗം നോക്ക്. എന്നിട്ട് ഖുർആൻ എന്താ പറഞ്ഞു? മാധവ, സുരേന്ദ്ര, ദേവ, ജോർജെ, ബഷീറെ, നിന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നെ ഇങ്ങനെയൊക്കെ വളർത്തിയില്ലേ? അവനാട്ടോ ദൈവം, അവനാട്ടോ പടച്ചോൻ.
എന്ത് വർഗീയത അതിലുള്ള സുഹൃത്തുക്കളെ? മനസ്സിലാവണില്ല. സങ്കടം തോന്നിപ്പോവാണ്, വേദന തോന്നിപ്പോവാണ് ലോകത്ത്. മനുഷ്യരെന്തുകൊണ്ട് ഇത് ഉൾക്കൊള്ളുന്നില്ല? മനുഷ്യരെന്തുകൊണ്ട് ഇത് ഉൾക്കൊള്ളുന്നില്ല? ഇനി നോക്കേ, 1,00,000 വർഷമായിട്ട് ഈ ഭൂമുഖത്ത് മനുഷ്യർ വന്നിട്ട് 1,00,000 വർഷമായിട്ടേ ഉള്ളൂ. 1,00,000 വർഷമായിട്ടേ ഉള്ളൂ മനുഷ്യരിവിടെ വന്നിട്ട്. ശരി, ആത്മാർത്ഥമായി ആലോചിച്ചേ, ഈ 1,00,000 വർഷത്തിന് മുമ്പ് ആകാശല്ലേ ഉണ്ട്, ഭൂമിയില്ലേ ഉണ്ട്, സൂര്യനില്ലേ ഉണ്ട്, സർവചരാചരങ്ങളില്ലേ ഉണ്ട്, രാവും പകലുമില്ലേ ഉണ്ട്. ആരതിനെ നിയന്ത്രിക്കുന്നു? നല്ലൊരു ചോദ്യമല്ലേ സുഹൃത്തുക്കളെ? രാവാകുന്നു, ഇതിപ്പോ രാത്രിയാണ്, ഈ രാവ് പകലിലെത്തും. വിശുദ്ധ ഖുർആന്റെ പ്രയോഗം നോക്ക്, വിശുദ്ധ ഖുർആൻ പറയണ നോക്ക്, യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വശഖറ അശംസ വൽ ഖമറ കുല്ലും യജ്രി ലിഅജലിൻ മുസമ്മ ദാലികുമുല്ലാഹു റബ്ബുക്കും വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. ഖുർആനിലെ 35-ാം അധ്യായം 13-ാമത്തെ സൂക്തമാണ്. അതിന്റെ അർത്ഥം കേട്ടാൽ ഞെട്ടിപ്പോവും. എന്താ ചോദ്യം എന്നറിയോ? മനുഷ്യ, രാവിനെ പകലിലും പകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്നവൻ ആരാണ്? നോക്കേ, എന്തൊക്കെ ചോദ്യങ്ങൾ. ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? മൻമോഹൻ സിംഗ്, അതല്ലെങ്കിൽ നരേന്ദ്രമോദി, അല്ലെങ്കിൽ വേറൊരാളെ ബ്രാക്കറ്റിൽ കൊടുത്താൽ കറക്റ്റ് ഉത്തരം എന്താ? നരേന്ദ്രമോദി. ശരി, സമ്മതിച്ചല്ലേ? ഇവിടുത്തെ ചോദ്യം എന്താ ഖുർആന്റെ? രാവിനെ പകലിലും പകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്ന ആ മഹാശക്തി ആരാണ്? ഇനി ഉത്തരം ശ്രീകൃഷ്ണൻ, യേശുക്രിസ്തു, മുഹമ്മദ് നബി. ശരിക്കും ശ്രദ്ധിക്കണേ, പിശാരിക്കാവിലമ്മ, ഉള്ളാളം തങ്ങൾ, മുനമ്പത്ത് ബീവി, സാക്ഷാൽ പ്രപഞ്ചനാഥൻ. നിങ്ങൾ ഏത് ടിക്കിടും? ഒരു ക്രിസ്ത്യാനി ഏത് ടിക്കിടും? ഒരു ഹൈന്ദവൻ ഏത് ടിക്കിടും? ഞങ്ങൾ അത്രയും ചോദിക്കുള്ളൂ, ആത്മാർത്ഥമായിട്ട് ചോദിക്കണം. ഒരു മുസ്ലിം ഏത് ടിക്കിടും? എല്ലാ ചോദ്യങ്ങൾക്ക് ചാടിക്കറി ഉത്തരം പറയുന്ന മലയാളി, അതിനൊരു ഉത്തരം കണ്ടുനോക്ക്. ഒരൊറ്റ വാചകം നോക്ക്. രാവിനെ പകലിലും പകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്നവൻ മുഹമ്മദ് നബി എന്നൊരാൾ എഴുതിയെന്ന് വിചാരിച്ചോ? ആ ചോദ്യത്തിന് അങ്ങനെ മറുപടി ചെയ്ത പയ്യനെ കൊണ്ടുവന്നു അധ്യാപകൻ. മോനെ, ഈ ചോദ്യത്തിന് നിന്റെ ഉത്തരം മുഹമ്മദ് എന്നാ? മോനെ, ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായിട്ട് 1400 വർഷങ്ങൾക്ക് മുമ്പല്ലേ മോനെ ഖുറൈശി ഗോത്രത്തിൽ മുഹമ്മദ് ജനിച്ചത്? ആ ടീച്ചറെ, അതെ. മോനെ, മുഹമ്മദ് ജനിക്കുമ്പോ ആകാശല്ലേ മോനെ? മുഹമ്മദ് ജനിക്കുമ്പോ രാവും പകലുമില്ലേ മോനെ? ഒരു തിങ്കളാഴ്ച രാവിലെ അല്ലേ മോനെ മുഹമ്മദ് ജനിച്ചത്? മോനെ, ഞായറാഴ്ച തിങ്കളാഴ്ച ആയില്ലേ? ശനിയാഴ്ച ഞായറാഴ്ച ആയില്ലേ മോനെ? അന്ന് മുഹമ്മദ് ജനിച്ചിട്ടുണ്ടല്ല. അപ്പൊ രാവും പകലും ഉണ്ടാക്കിയ മുഹമ്മദാന്നുള്ള നിന്റെ ഉത്തരം എങ്ങനെ മോനെ ശരിയാവുക? ഓ, ശരിയാണ് സാർ, എനിക്ക് തെറ്റിപ്പോയതാണ്. തൊട്ടപ്പുറത്ത് വേറൊരുത്തനെ എഴുതി ശ്രീകൃഷ്ണനാണ്. അപ്പൊ അദ്ദേഹം മോനെ വിളിച്ചു, മോനെ ശ്രീകൃഷ്ണനാണോ മോനെ? ആ, ശ്രീകൃഷ്ണനാണ്. അപ്പൊ അടുത്ത ചോദ്യം, മോനെ ഒരു ചിങ്ങമാസത്തിലെ ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിച്ചു എന്നല്ലേ മോനെ ഐതിഹ്യം? അതെ ടീച്ചറെ. മോനെ ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രി സ്റ്റാർട്ട് ചെയ്തത് 6:30 അത് അർദ്ധരാത്രി 12 മണി വരെ പ്രയാണം ചെയ്യുമ്പോ മോനെ ആ മാതാവിന്റെ വയറ്റിലായിരുന്നു ശ്രീകൃഷ്ണൻ. മോനെ, അപ്പൊ രാവിനെ പകലും പകലിനെ രാവും ആക്കിയ ശ്രീകൃഷ്ണനാണോ മോനെ? അല്ല എന്ന് വളരെ വ്യക്തം, വളരെ വ്യക്തം അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വളരെ വ്യക്തം, എല്ലാവർക്കും അറിയാവുന്നതാണ്, വളരെ വ്യക്തം. ഇനി നിങ്ങൾ ആലോചിച്ചോ, ഇതേ കാര്യങ്ങൾ ആലോചിച്ചോ, ഏത് നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏതിലും നിങ്ങൾ ബന്ധപ്പെടുത്തിക്കോ, അവിടെ ഒക്കെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, രാവും പകലും നിയന്ത്രിക്കുന്നവൻ ആര് എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ആ ചോദ്യത്തിനൊരു ഉത്തരം കണ്ടെത്ത്. ഉറപ്പായിട്ടും നമുക്ക് മുഹമ്മദ് നബിയാണെന്ന് പറയാൻ കഴിയില്ല, മുഹമ്മദ് നബിയാണ് ഉള്ളാളെന്ന് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ വേറെ ഏത് മതവിഭാഗക്കാരനെ ആരാധിക്കുന്നതാണെങ്കിലും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പം നമ്മളൊരു ഉത്തരം കണ്ടെത്തും. എന്താ? ഉടയ തമ്പുരാൻ. ശരി, അതുമേൽ ഉറപ്പിച്ചൊന്ന് നിന്നോക്ക്. അടുത്ത ചോദ്യം എന്താ? ഖുർആന്റെ ചോദ്യം, മോനെ 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യനെ സൃഷ്ടിച്ചതാരാണ് മോനെ? അല്ലാത്തൊരു ചോദ്യമല്ലേ? ഒരു നല്ല ചോദ്യമല്ലേ സുഹൃത്തുക്കളെ? അതിന് ഉത്തരം കണ്ടെത്തിയവരാ ഞങ്ങള്. അഭിമാന പുരസ്സരം. നാഥ നീ, ഉടയ തമ്പുരാനെ നീ, പടച്ച തമ്പുരാനെ നീ, ലോകത്തിന്റെ നാഥൻ എന്ന്. ആ ഉത്തരം കണ്ടെത്താൻ, ആ ഉത്തരത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായി വിചാരിക്കുന്നു. ഞങ്ങളുടെ മനസ്സതാണ്.
ആ ഉത്തരത്തിൽ നിങ്ങളെത്താൻ തോറ്റുപോകരുത്. ഒരാളും ഒരു മനുഷ്യനും ദൈവസന്നിധിയിൽ തോറ്റുപോകരുത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഈശാവാസ്യോപനിഷത്തിലെ 12ാമത്തെ ശ്ലോകം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്ന എന്തിനറിയോ? ആ ശ്ലോകങ്ങൾ എടുത്തു നോക്കണം. ഈശാവാസ്യോപനിഷത്തിലെ 12ാമത്തെ ശ്ലോകം ഹന്തം തമഹ പ്രവിശംതിയേ സംപുത്യമുപാസതേ തദോഭൂയ ഇവദേ യഹു സംപൂദ്യാം രദഹ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? പിതൃമാനവാദികളെ, സൃഷ്ടികളെ നിങ്ങൾ ആരാധിച്ചാൽ ഘോരാന്ധകാരമായ നരകത്തിൽ പോകും എന്നാ പറയണ്. വിശുദ്ധ ഖുർആൻ പറയണതോ ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അല്ലേ? എത്ര കൃത്യമാണ്, എത്ര വ്യക്തമാണ്, വളരെ വ്യക്തമായി. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനകൾ ബൈബിളിൽ കാണാം. പടച്ചവനോട് അല്ലേ? യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന, മോസസ് പ്രവാചകന്റെ പ്രാർത്ഥന, യിരെമ്യാ പ്രവാചകന്റെ പ്രാർത്ഥന, അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനകൾ വേദഗ്രന്ഥങ്ങളിൽ ആരോട്? ലോകത്തിന്റെ നാഥനോട്. നമ്മളോട് പറയുന്നത് എന്താണ്? ലോകത്തിന്റെ നാഥൻ, സൂര്യന്റെ, ഞാൻ പറഞ്ഞു 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യൻ അല്ലേ? ആ സൂര്യന്റെ 10 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങളുണ്ട്. ആ സൂര്യന്റെ 10 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങൾ, ആ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചവൻ. നമുക്കൊക്കെ സംഭവിച്ചൊരു വലിയ ദുരന്തത്തെ കുറിച്ച് ഞാൻ പറയാം അല്ലേ? ഈ വിഷയകമായി നമ്മൾ പഠിക്കേണ്ട കാര്യം. ഇപ്പൊ കാനായി കുഞ്ഞിരാമൻ, അദ്ദേഹത്തിന്റെ പ്രതിമകൾ പലപ്പോഴും ആളുകൾ